എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്നേഹത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെയൊക്കെ കഥ പറയാം. നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നത്. ആ വാർത്തകൾക്ക് താഴെ നമ്മളെല്ലാവരും കമൻ്റ് എഴുതി പെട്ടെന്ന് സുഖമാവട്ടെ, ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരട്ടെ, പുതിയ പുതിയ സിനിമകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ നമ്മൾ ആശംസാ വാചകങ്ങളും പിന്നെ അദ്ദേഹത്തിന് പ്രാർത്ഥനാ വാചകങ്ങളും എഴുതി. ആ എഴുതിയവരുടെ ജാതി മതമൊന്നും നമ്മൾ തിരഞ്ഞിട്ടില്ല അല്ലേ. എഴുതിയവരാരും വിചാരിച്ചില്ല ഞാനൊരു മുസൽമാന് വേണ്ടിയാണ് കമൻ്റ് എഴുതുന്നത്. എല്ലാവരും ചോദിച്ചു നമ്മളൊക്കെ ഒരു മനുഷ്യനാണ്, നമ്മളൊക്കെ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ വിചാരിച്ചേ. പക്ഷേ പിന്നീട് അവിടെ നിന്നൊരു ട്വിസ്റ്റ് ഉണ്ടായി അല്ലേ. ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാലേട്ടൻ ശബരിമലയിൽ പോയി. ശബരിമലയിൽ പോയപ്പോൾ മൂപ്പരക്കും വേണ്ടി പ്രാർത്ഥിക്കല്ല, കൂട്ടത്തിൽ നമ്മളെ മമ്മൂക്കാക്കും വേണ്ടി വിശാഖ നക്ഷത്രത്തിൽ ഒരു ഉഷപ്പൂജയൊക്കെ നടത്തി, വഴിപാടുകളൊക്കെ നടത്തി അദ്ദേഹത്തിന് ആരോഗ്യത്തിന് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ. ആ പ്രാർത്ഥന എല്ലാവരും നല്ല സന്തോഷത്തോടെ ഏറ്റെടുത്തത്. കാരണം മമ്മൂക്കയും ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസുകാർ തമ്മിൽ ഭയങ്കര പൊരിഞ്ഞടിയാണെങ്കിലും ഓർക്കടയിൽ ഭയങ്കര സ്നേഹമാണല്ലേ. അവരൊരേ ഫ്രെയിമിൽ കാണുന്ന സമയത്ത് നമുക്കിന് വല്ലാത്തൊരു സന്തോഷം. അവർ ആ ഫ്രെയിമിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചിരിയോട് കൂടിയാണ് നമ്മൾ അവരെ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണാറുള്ളത്. കാരണം നമുക്കിടയിൽ ഇവരെപ്പോഴും ശത്രുക്കളായിട്ടാണല്ലോ നമുക്ക് തോന്നുക. കാരണം ഇവിടെ ഫാൻസുകാരും നമ്മളെ ഉമ്മാരി പൊരിഞ്ഞടിയാണ്. പക്ഷേ മമ്മൂക്കനെയും ലാലേട്ടനെയും ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് നമ്മളൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആളുകളാണ് മലയാളികൾ. ലാലേട്ടൻ പോയി പ്രാർത്ഥിച്ച സമയത്ത് നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ? ഒന്നും തോന്നിയില്ലെന്നേ. ലാലേട്ടൻ ഏറ്റവും അടുത്ത സൗഹൃദം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇച്ചാക്ക മമ്മൂക്കക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി. അത് സഹോദര തുല്യമാർ സ്നേഹമായിട്ട് മാത്രമേ മലയാളി എടുത്തുള്ളൂ. മലയാളി ഇത് വളരെ സ്നേഹത്തോടെ കണ്ടുള്ളൂ. അതിനെക്കുറിച്ച് വളരെ നല്ല വാക്കുകളോടെ അതിനെക്കുറിച്ച് സംസാരിച്ചുള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ അത് കത്തിക്കയറിയിരുന്നു മോഹൻലാൽ മമ്മൂക്കക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലേ. പക്ഷേ എന്താ പറയുക, 3-4 ദിവസം കഴിഞ്ഞ് ഇന്നലത്തോടു കൂടി അതിന് നിറം മാറി. നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകരും നിരീക്ഷകനൊക്കെ ആയിട്ടുള്ള അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന് മറ്റൊരു നിറം ചാർത്തി കൊടുത്തു. അല്ല, ഈ മോഹൻലാലിൻ്റെ ഈ വഴിപാടിന് വേറൊരു നിറം കൂടി ചാർത്തി കൊടുത്തു. മോഹൻലാൽ മമ്മൂട്ടി അറിഞ്ഞിട്ടാണ്, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ്, മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് ഈ പൂജ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടി തൗബ ചെയ്ത് മടങ്ങണം. ഇസ്ലാം വിശ്വാസികളോട് മാപ്പ് പറയണം. മതപണ്ഡിതന്മാർ ഇതിലിടപെടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ, വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം മനുഷ്യൻ്റെ മനസ്സുകളെയും ചിന്തകളെയും ചർച്ചകളെയും കൊണ്ടുപോയിട്ടുള്ളത്. അതായത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരാളത് സ്വർഗം നിഷേധിക്കാൻ വരെ കാരണമാവും എന്നുള്ള ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ച്, അതായത് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കതാണ്. മമ്മൂട്ടി ഏകദൈവ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അമ്പലങ്ങളിലോ സ്ഥലങ്ങളിലോ പോയി പ്രാർത്ഥിക്കാൻ പാടുള്ളതൊരു ഇസ്ലാം മത വിശ്വാസപ്രകാരം. അതിനാൽ അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കുന്നു. ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കാൻ വല്ല ചേമ്പ് ഇവിടെ ഉണ്ടായിരുന്നോ? മമ്മൂട്ടി പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടാണ് ലാലിത് ചെയ്തതെന്ന്? ലാലേട്ടൻ പറഞ്ഞോ മമ്മൂക്ക പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥന നടത്തിയതെന്ന്? ഇതിപ്പോൾ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു പ്രാർത്ഥനയായിരുന്നു. നമ്മളങ്ങനെ ചെയ്യാറില്ലേ? നമ്മളെ തൊട്ട അയൽവാസി ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യനാവട്ടെ, ഏതാളായിക്കോട്ടെ, പെട്ടെന്നൊരാപത്ത് വന്ന് അയാളൊരു അപകടത്തിൽപ്പെട്ട് അയാൾക്കൊരു രോഗം വന്ന് നമ്മൾ പടച്ചോനെ കാത്തോളനെ രക്ഷിക്കണേ, പ്രയാസത്തിലാക്കല്ലേ നമ്മൾ പറയല്ലേ? നിങ്ങളെ ഏകദൈവ വിശ്വാസങ്ങളോടൊന്നും പഠിച്ചവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞങ്ങളെ ദൈവത്തോട് പറഞ്ഞാലേ ഞങ്ങൾ രക്ഷപ്പെടുള്ളൂ എന്ന്. അത് നമ്മൾ പരസ്പരം സ്നേഹം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറയില്ലേ? നമ്മളെ സുഹൃത്തുക്കൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? ഇതൊന്നും ജാതിയും മതവും വെറിയൊന്നും ഇല്ലാത്ത മനുഷ്യൻ പരസ്പരം ചേർത്ത് പിടിക്കുന്ന ഒരിടമുണ്ട്. എവിടെയെന്നറിയോ? ഹോസ്പിറ്റലുകളാണ്. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? സാധാരണക്കാർ കിടക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പോയിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? അവിടെ ചെന്നാൽ അറിയാം, അവിടെ ജാതിയില്ല, മതമില്ല, വെറിയില്ല, ഒന്നുമില്ല. അവിടെ വല്ലാത്ത ചേർത്ത് പിടിക്കൽ. അതേപോലെ നാട്ടിലുള്ള ഏതൊക്കെയോ ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ മക്കളാവും. പക്ഷെ അവിടെ സഹോദരന്മാരെക്കാളേറെ സ്നേഹബന്ധത്തോടെ നിലക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും.
ഞാൻ 1998 എനിക്ക് യൂട്രസിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായതിന് കാരണത്തിന് ഞാൻ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുന്നേ എൻ്റെ ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് ഇൻഫെക്ഷൻ വന്നതിനെ തുടർന്ന് ഞാനവിടെ ട്രീറ്റ്മെൻറ്റിൽ പോയിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അന്ന് ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഞങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു അവിടെ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും സഹായിക്കാൻ ആളില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് ഞങ്ങളെ സഹായിച്ചത് ഒരമ്മച്ചിയും ഒരു അച്ചായനായിരുന്നു, പെരുവണ്ണാമൊഴിയുള്ള. ഞങ്ങൾ 28 ദിവസം എടുത്ത ട്രീറ്റ്മെൻറ്റിലും ആ 28 ഞങ്ങളെ പരിചയപ്പെട്ട 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമാവുന്നത്. ആ ദിവസം മുതൽ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ടാണ് നമ്മളിന്ന് തിരിച്ചു പോരുന്നത്. ഏകദേശം പിന്നീട് ഒരു വർഷത്തോളം ഞങ്ങൾക്കിടയിൽ എഴുത്തിടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മച്ചി മരിച്ചു പറഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതിയ കത്തുകൾക്കൊന്നും മറുപടി വന്നിട്ടില്ല. പിന്നെ ഞാൻ പഠിക്കാനൊക്കെ പോയി, കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്കൊക്കെ ആയി. ഇപ്പം ഞാൻ ഈ സന്ദർഭത്തിൽ ആ അമ്മച്ചിനെ ആലോചിച്ച് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ ഞാൻ പ്രഗ്നൻ്റായി, രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി. എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസാണ്, ഭാരമുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് എന്നെ സഹായിച്ചത് എൻ്റെ തൊട്ട അയൽവാസിയായ ഒരമ്മയാണ്. അവരാണ് ഞാൻ പ്രഗ്നൻസി പോസിറ്റീവായ മുതൽ ഞാൻ പ്രസവിച്ച് സിസേറിയൻ കഴിഞ്ഞ് 8 മാസം എനിക്ക് ഒരു ഭാരമൊക്കെ പൊന്തിക്കാൻ കഴിയുന്ന കാലം വരെ അന്ന് കുടിവെള്ളം തൊട്ടടുത്തുനിന്ന് കൊണ്ടുവരണമായിരുന്നു. ഈ കുടിവെള്ളം എനിക്ക് കൊണ്ടുവന്നത് ഒരമ്മയായിരുന്നു. ഒരിക്കലും ഇതിൽ ജാതിയും മതമൊന്നും ഉണ്ടായില്ല. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ഞാൻ ഈ അമ്മനെ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കാറുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ ആരാണോ ചേർത്ത് പിടിക്കുന്നത്, നമ്മുടെ അതുപോലെ തന്നെ നമ്മളോട് സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളെ പ്രാർത്ഥനയിലേക്ക് വരും. അത് ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല. പണ്ട് ഇപ്പം എനിക്ക് ആലോചിക്കുക, ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം കൂടി പറഞ്ഞിട്ട് ഇത് നിർത്താം. അതായത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മേൻ്റെ വീട്ടിലേക്ക് ഈ അമുസ്ലിം സഹോദരങ്ങളൊന്നും ചെല്ലണമെന്ന് ഉമ്മക്ക് ഇഷ്ടമല്ല. അത് ഇസ്ലാമിൻ്റെ കുറ്റമല്ല കേട്ടോ, ഉമ്മൻ്റെ അറിവില്ലായ്മയാണ്. ഇസ്ലാം അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കരുത്. പക്ഷേ ഈ വല്യമ്മ എപ്പോഴും വിചാരിച്ച അമുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഉമ്മക്കൊരു ഇസ്ലാം വിശ്വാസപ്രകാരം തെറ്റാണെന്ന് ഉമ്മ വിചാരിച്ചു വെച്ചത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസമല്ല, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ ഈ ഉമ്മ ആ ഒരു കിണറ്റിൽ വെള്ളം കോരാൻ വരുന്ന ആളുകളൊന്നും ഈ ഉമ്മ ഉണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം കോരാൻ എല്ലാവർക്കും പേടിയാണ്. ഉമ്മക്ക് വയസ്സായി ഉമ്മ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള മരുമോളെയും പേരക്കുട്ടികളെയും മോനെയൊക്കെ ചീത്ത പറയും. അങ്ങനെ പക്ഷേ ഈ ഉമ്മാമ്മ മരിച്ചത് വഴി കിടന്നിട്ടാണ്. അതാ രസം. വഴി കിടന്ന് ഉമ്മാമ്മ പെട്ടെന്ന് ഉമ്മാമ്മക്ക് കുഴക്കും തളർച്ചയൊക്കെ വന്ന് കയറുന്ന സമയത്ത് ഈ ഉമ്മാമ്മ പായിപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഉമ്മാമ്മനെ ചേർത്ത് പിടിച്ചതും മടി കിടത്തിയതും അവസാനം അന്ത്യനിമിഷത്തിൽ വെള്ളം കൊടുത്തതും. അത്രയുള്ള നമ്മളെ മനുഷ്യരെ കാര്യം എന്ന് പറയാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാലും, നമ്മളെങ്ങനെ കാട്ടി അകറ്റി നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപക്ഷെ ആരെ സഹായത്താലാണ് ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കേണ്ടി വരിക നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് രക്തം ദാനം ചെയ്യണത് നമ്മൾ പെട്ടൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ ഒരു സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബ്ലഡൊക്കെ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെ നിറം നോക്കുന്നുണ്ടോ? പിന്നെ എന്താണ് ഇങ്ങനെ? നമ്മളെ സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. അത് അവരെ വിശ്വാസപ്രകാരമല്ലേ അവർ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുക എന്നല്ലാതെ എന്തിനാണ് ആളുകൾക്കിടയിൽ അനാവശ്യമായ ചർച്ചകൾക്ക് വഴിതെളിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിത്തിട്ട് കൊടുക്കേണ്ട ആവശ്യം? അത്യാവശ്യം നല്ല സ്നേഹത്തിലും സാഹോദര്യത്തിലും വിട്ടുവീഴ്ചയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഓരോ ഏറുപടക്കങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒരാൾ വരും. ഏതായാലും ഈ പടക്കം നനഞ്ഞ പടക്കമായിപ്പോയി, അതങ്ങനെ തന്നെ തീരട്ടെ. മനുഷ്യർക്കിടയിൽ സ്നേഹവും സാഹോദര്യവും വിട്ടുവീഴ്ചയും ക്ഷമയൊക്കെ ഉണ്ടായി പരസ്പരം സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. നമുക്കിടെ സ്പർദ്ധ വളർത്താനല്ല, നമുക്കിടെ സ്നേഹം വളർത്താനായിരിക്കട്ടെ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും മുന്നോട്ടുള്ള ജീവിതം കൊണ്ട് സാധ്യമാകേണ്ടത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.